എന്റെ സ്നേഹം പ്രകടനം മാത്രമായിരുന്നു. അല്ലാതെ അമൃതേച്ചി പറയുന്നത് മുഴുവൻ അംഗീകരിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. കാലി പിടിച്ചാണല്ലോ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാനല്ലേ ഒറ്റപ്പെട്ടു പോയത്? ചേച്ചി ഒറ്റപ്പെട്ടു പോയിട്ടൊന്നുമില്ല. ഞാൻ എപ്പോഴും അഖിലേച്ചിയുടെ കൂടെ തന്നെയുണ്ട്. അമൃതേച്ചിയുടെ കാല് പിടിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. അനഘേച്ചി ആരാധ്യമൊക്കെ മാപ്പും ക്ഷമയും പറയുമ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറയേയില്ല. അഖിലേച്ചി ശ്രദ്ധിച്ചില്ലേ, ഞാൻ നാളെ തന്നെ പോവാന്ന് പറഞ്ഞിട്ടും വേണ്ടാന്നൊരു വാക്ക് പോലും അമൃതേച്ചി പറഞ്ഞില്ല. ഉള്ളത് പറയാലോ മക്കളെ, ഈ കാര്യത്തിൽ അമൃതയെ കുറ്റം പറയാൻ പറ്റില്ല. മോൾ എത്രയും വേഗം ജോലിയിൽ കയറേണ്ട ആവശ്യം അമൃതക്ക. ഹോട്ടലിൽ നിന്നുള്ള വരുമാനവും അനഘയുടെ ശമ്പളവും കഴിഞ്ഞ വേറെ നീക്കുവരവൊന്നും ഇവിടെ ഇല്ലല്ലോ. ആതിരക്ക് കൂടി ജോലി കിട്ടിയ ആ കാശുകൂടി ആവുമല്ലോ. അതുകൊണ്ടാ ഇവിടെ നിർത്താതെ ആതിര മോളെ നിർബന്ധമായും പറഞ്ഞയക്കുന്നത്. എന്റെ ശമ്പളം പഞ്ചരത്നത്തിൽ കൊണ്ടുവന്ന് ചെലവാക്കാനൊന്നും പോകുന്നില്ല. എന്റെ കാശ് എന്റെ കയ്യിൽ തന്നെ ഇരിക്കും. ശരിക്കും പറഞ്ഞ അതാണ് വേണ്ടത്. അവനവന്റെ കൈ അവനവന്റെ തലക്ക് തന്നെ ഇരിക്കണം. ഞാൻ ആലോചിക്കുമ്പോ അഖില മോളുടെ കാര്യം മാത്രാണ് റിസ്ക്. എല്ലാവർക്കും അതിനുള്ള വരുമാനം മാർഗങ്ങളും ഉണ്ട്. അതിലെ കൊച്ചിന് മാത്രം അമൃത കൊടുക്കുന്ന നക്കാപ്പീച്ച മാത്രാണ് ആകെയുള്ള വരുമാനം. എനിക്കങ്ങനെ ആരുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. പഞ്ചരത്നത്തിന്റെ ക്യാഷ് ടേബിളിൽ ഇരിക്കുന്നത് ഞാനാ. എത്ര ക്യാഷ് വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. എത്ര ലാഭം ഉണ്ടായാലും അതിൽ 5-1 അവകാശം എനിക്കാ. അതൊക്കെ കണക്കിൽ കാണിക്കുന്നതല്ലേ മോളെ, അല്ലാതെ കാശായിട്ട് മോളെ കയ്യിൽ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഈ ജന്മം ഇങ്ങനെ കണക്ക് കൂട്ടി അങ്ങ് തീരും. ആതിരക്ക് ജോലി കിട്ടുമ്പോ എന്തെങ്കിലും സൗജന്യം പോലെ തന്നാലായി. എനിക്കെങ്ങനെ ആരുടെയും കാശ് വേണ്ട. ആരുടെ മുന്നിലും കൈനീട്ടി നിക്കത്തില്ല ഞാൻ. അവകാശം ചോദിച്ചു വാങ്ങാനേ എനിക്കറിയാം. ഒരുപാട് ക്ഷമിച്ചു. ഇനി എപ്പോഴെങ്കിലും ഞാനങ്ങ് പൊട്ടിത്തെറിച്ച എന്നെ ആർക്കും പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. ഞാനൊന്നും പണയപ്പെടുത്തിയിട്ടില്ല, ആരോടും കാശ് വാങ്ങിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അമൃത ഈ ദിവ്യപ്രഭയെ നേരിട്ട് ചെന്ന് കാണ്. ഈ ഫിനാൻഷ്യൽ ഇയറിലെ അവസാനത്തെ കമ്മിറ്റി മാർച്ച് 5-നാണ്. അതുവരെ ഞാൻ സമയം തരാം. അമൃതേച്ചി ഇവിടെ ഇരിക്കുകയാണോ? എന്താ അങ്ങോട്ടൊന്നും വരാത്ത? അവിടെ അച്ഛനും കൃഷ്ണേട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര ഹാപ്പി മൂഡിലാ. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ കുറച്ചേരൂടെ ഒറ്റയ്ക്കിരിക്കട്ടെ. വെയിലത്ത് നടന്നു വന്നോണ്ടാവും നല്ല തലവേദന. എങ്കിൽ കുറച്ചിന് റെസ്റ്റ് എടുക്ക്. ഞാനായിട്ട് ശല്യപ്പെടുത്തുന്നില്ല. അമൃതേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? അമൃതേച്ചി പുറത്തു പോയിട്ട് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ആകെപ്പാടൊരു ടെൻഷനാ ചേച്ചിയുടെ മുഖത്ത്. ടെൻഷനൊന്നും ഇല്ല മോളെ, ഞാൻ പറഞ്ഞില്ലേ, നല്ല തലവേദന. അമൃതേച്ചിയുടെ മുഖം കാണുമ്പോൾ ഈ മനസ്സും വായിക്കാൻ പറ്റും എനിക്ക്. വേറെ ആരോടും കള്ളം പറയാം, പക്ഷെ എന്നോട് പറയരുത്. എനിക്ക് മനസ്സിലാവും. നീ എന്തൊക്കെയാ പറയുന്നേ? പറയാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷെ എനിക്കറിയാം ചേച്ചിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ഞാൻ പോട്ടെ. അനക്കേ, നാളെ മാമന്റെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ. എന്തിന്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ നിശ്ചയം കഴിഞ്ഞിട്ട് അവിടെ ഒന്നും പോയില്ലല്ലോ. അവരൊക്കെ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? അല്ല,
നിശ്ചയത്തിന്റെ തിരക്കൊക്കെ ആയിട്ട് മുഴുവൻ സമയം ഞാൻ ഇവിടെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാനൊന്ന് പോയി കാണാതിരിക്കുന്നത് ശരിയാണോ? നമ്മുടെ മാമനും മാമിയല്ലേ. എങ്കിൽ ചേച്ചി അച്ഛനെയും കൂട്ടിപ്പോ. അത് വേണ്ട. അച്ഛനിവിടെ 100 കൂട്ടം തിരക്കാ. അതിനിടയിൽ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. എന്തായാലും നാളെ ഞാൻ അവിടം വരെ ഒന്ന് പോവാം. എന്തിനാ അമൃതേച്ചി അവിടെ പോകുന്നേ? വെറുതെ വിശേഷമൊക്കെ ഒന്ന് തിരക്കാമല്ലോ. കല്യാണമല്ലേ വരുന്നേ. എങ്കിൽ ഞാനും കൂടി വരാം. അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. നാളെ നിനക്ക് ക്ലാസ് ഉള്ളതല്ലേ. കൊള്ളാം. അമൃതേച്ചിയുടെ തനി സ്വഭാവം പുറത്തു വന്നു. അവിടെ പോകുമ്പോഴെങ്കിലും എന്നെയും കൂടെ കൂട്ടിയാലെന്താ? നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് കല്യാണ പെണ്ണ് കല്യാണ ചെക്കന്റെ വീട്ടിൽ കയറി ചെല്ലുന്നത് ശരിയാണോ? കല്യാണം കഴിഞ്ഞാ പിന്നെ നീ അവിടെ തന്നെയല്ലേ. അതുവരെ എന്റെ മോളൊന്ന് ക്ഷമിക്കേ. മാമന്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.